ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണിത്. ഇതുപോലെ നമുക്ക് ഒരുപാട് തയ്യാറാക്കിയതിന് ശേഷം നമുക്കൊരു പ്ലാസ്റ്റിക് ടിന്നിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ എയർടൈറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ ഒരാഴ്ചയൊക്കെ നമുക്കിത് വെച്ചിരുന്ന് കഴിക്കാൻ പറ്റും. ഒരു തവണ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ തയ്യാറാക്കി കഴിക്കാൻ വേണ്ടി തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇപ്പം ഞാനിതിൽ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പത്തിരി ഇടിയപ്പം ഒക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു വറുത്ത അരിപ്പൊടിയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടും വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കപ്പിന് 1.25 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കായപ്പൊടിയാണ്. കായത്തിൻ്റെ പൊടി 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇടിയപ്പത്തിനൊക്കെ പൊടി വാട്ടിയെടുക്കുന്ന പോലെ ആദ്യം വെള്ളം ഒന്ന് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ, അതായത് നല്ല വെട്ടിത്തിളക്കേണ്ട ആവശ്യമില്ല, ഓരോ പൊടിക്ക് അനുസരിച്ചാണ്. ഇവിടെ ഞാൻ നല്ല ചെറിയൊരു പുള്ളിയായിട്ട് പൊങ്ങി വരുന്ന ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ചൂടോട് കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു വെള്ളത്തിന് കണക്കൊന്നുമില്ല. നമ്മുടെ മാവ് എങ്ങനെയാണോ സോഫ്റ്റ് ആയിട്ട് നല്ല കറക്റ്റ് പരുവത്തിൽ കിട്ടുന്നത് അതുവരേക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതാണ് ഇതിൻ്റെ കണക്ക്. നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്ന അതേപോലെ തന്നെയാണ്. ആ മാവിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടിരിക്കണം. ഇപ്പം ഞാനിവിടെ കറക്റ്റ് പരുവത്തിന് മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഞാനിത് കുഴയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാവിൻ്റെ പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇടിയപ്പത്തിന് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടാണ് ഞാൻ ഈ മാവ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാവൊന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി ഞാൻ ഈ ഒരു മാവിൻ്റെ പകുതി എടുത്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്ര വലിപ്പത്തിലാണോ നിങ്ങൾക്കിത് തയ്യാറാക്കി എടുക്കേണ്ടത് ആ ഒരു വലിപ്പത്തിൽ ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇതൊന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വലിപ്പത്തിൽ ഈ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഇതിന് ഒരുപാട് ഫ്ലെയിം വേണ്ട. വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോവുകയും അതിൻ്റെ ഷേപ്പൊക്കെ വിട്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടോടെ നല്ല ക്രിസ്പിയാണ്. ചൂടാറിക്കഴിഞ്ഞാൽ പഞ്ഞുപോലെ ആവുന്നുണ്ട്. എന്നാലും രണ്ടും രണ്ട് രീതിയിലുള്ള ടേസ്റ്റ് ആണ്. അതുപോലെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒരാഴ്ച വരെയൊക്കെ വെച്ചിരുന്ന് കഴിക്കാവുന്നതാണ്. അതിന് നമ്മൾ ഇതൊരു പകുതിയോളം ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ എയർടൈറ്റ് ചെയ്ത് വെക്കുക. ഒന്നാമത് പ്ലാസ്റ്റിക് കവറിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നിലോ ഇട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.